കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ വിണ്ണിൽ നിന്നിഹ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 28 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ ക്രൂശിലേറ്റിയപ്പോൾ ദേശം മുഴുവനും ഇരുട്ടുകൊണ്ട് മൂടി. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ നിന്നു. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഒടുവിലത്തെ 3 മണിക്കൂർ സമയത്ത് ആകാശത്ത് വലുതും പ്രത്യേകതയുമാർന്നതുമായ സംഭവങ്ങളുണ്ടായി. താൻ മരിക്കുന്നതിന് മുമ്പ് യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചു. യേശു ക്രൂശിൽ തൂങ്ങിയ സമയം മുഴുവനും ദൈവം അവനെ കൈവിട്ടു. നമ്മുടെ പാപം അവൻ്റെ മേലിട്ടു. നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. നമ്മെ രക്ഷിക്കുന്നതിന്, ദൈവകോപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് യേശു കൊടുത്ത വില എത്ര വലുതായിരുന്നു. അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. നാം വായിച്ച വചനമനുസരിച്ച് എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവന് കുടിക്കുവാൻ നൽകി. പടയാളികളിൽ നിന്ന് കുടിക്കുവാൻ കിട്ടിയപ്പോൾ സകലവും നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞു. അവൻ്റെ വേല തീർന്നിരിക്കുന്നു. പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ച ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. അവൻ തൻ്റെ പ്രാണനെ വിട്ടു. എന്നാൽ 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപമോചനം ലഭിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് നിങ്ങളും പാപമോചനം പ്രാപിച്ച് ദൈവവേദലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.